ഹലോ ഹായ്, എല്ലാവർക്കും സുമീസ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു പേളിൻ്റെ കസ്റ്റമൈസേഷൻ ചെയ്ത ഒരു ഹെയർ ബാൻഡ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമായിരുന്നു കേട്ടോ. അത് ചെയ്തു വന്നപ്പോൾ ആ സെൻറ്ററിൽ ക്രിസ്റ്റലും പേളും മിക്സ് ചെയ്ത് സൈഡിൽ വലിയ പേളും വന്നിട്ടാണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ശരിക്കും ബീഡ്സ് കംപ്ലീറ്റ് കോർത്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ അത് ബീഡ്സ് എടുക്കുന്ന ഒരു ഓർഡർ ഉണ്ടായിരുന്നു. രണ്ട് സൈഡിലും വലുതും സെൻറ്ററിൽ ക്രിസ്റ്റലും പേളും കൂടെ മിക്സിംഗ് ആണ്. അപ്പോൾ ഞാൻ ആദ്യം ഒരു വലിയ പേൾ എടുത്തു, അതിനുശേഷം ഒരു ചെറിയ പേൾ, അതിനുശേഷം രണ്ട് വലിയ പേൾ, അത് കഴിഞ്ഞിട്ട് ഒരു ക്രിസ്റ്റൽ. അങ്ങനെ അത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് മാറ്റാം, നമുക്ക് ആ പേളിൻ്റെ സൈസും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ കോർത്തെടുത്തിട്ട് ചെയ്യുക. അതാണ് കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നി. കാരണം ഓരോ പ്രാവശ്യം നമുക്ക് മുത്ത് കോർത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഇത് ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുക്കും, കാരണം ഓരോ സൈഡും ഇതൊന്ന് ട്വിസ്റ്റ് ചെയ്തൊരു വേറെ മോഡലിലാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അത്രയും ആ ഒരു ഇതായിട്ട് ആ ഒരു വിത്തിൽ നമുക്ക് നല്ല ഭംഗിക്കും ഇത് ചെയ്യുന്നത്. ഇത് ശരിക്കും നല്ലൊരു കുറച്ച് കൂടിയ പേൾ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഞാൻ കോർത്തിട്ട് ഒരു സൈഡിൽ ഒരു ബീഡ്സിനെ ടൈ ചെയ്ത് അങ്ങ് വെക്കുക. അപ്പോൾ അത് ഇളകി പോകത്തില്ല. അല്ലെങ്കിൽ നമ്മൾ ഒരു സൈഡിൽ നിന്ന് കോർക്കുമ്പോൾ അടുത്ത സൈഡിൽ നിന്ന് ബീഡ്സ് പോകും. അപ്പോൾ ഹെയർ ബാൻഡ് എടുത്തു. ഹെയർ ബാൻഡിൽ മെറ്റാലിക് ഹെയർ ബാൻഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നന്നായി ടൈ ചെയ്യുക. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 0.4 വയറാണ്. 0.4 ആണ് കുറച്ച് കറക്റ്റായിട്ട് ആപ്റ്റായിട്ട് നിൽക്കുന്നത് നമുക്ക്. അപ്പോൾ ഓരോ സൈഡിലും ഫസ്റ്റ് ഇത് ചെയ്തിരിക്കുന്ന നോക്കിയേ. ഫസ്റ്റ് ബീഡ്സ് വെച്ചു. ആ ബീഡ്സിനെ സൈഡിൽ നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് വെക്കണം. നന്നായിട്ട് അവിടെ ടൈ ചെയ്യുന്നു വെച്ചാൽ രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ട്വിസ്റ്റ് ചെയ്യുമ്പോൾ ആ സൈഡിലോട്ട് രണ്ട് വലിയ പേൾസും രണ്ട് സൈഡിലോട്ട് നിൽക്കും. കണ്ടില്ലേ? അപ്പോൾ അടുത്ത് ഇനി സെൻറ്ററിൽ നിൽക്കേണ്ട. ആ സെൻറ്ററിലെ ഗ്യാപ്പിൽ ചെറിയൊരു ബീഡ്സ്, അതായത് അവിടെ ഒരു പേളാണ് ഞാൻ കൊടുക്കുന്നത് ആദ്യം. അടുത്തതിൽ വരുമ്പോൾ ക്രിസ്റ്റലാണ്. അപ്പോൾ അങ്ങനെ മാറ്റിയാണ്. അപ്പോൾ അടുത്ത് പേള് വന്നു. ഓക്കെ, ഇനി വീണ്ടും അടുത്തൊന്ന് ട്വിസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ അടുത്ത ബീഡ് വരും. ആ ബീഡ് ആ സൈഡിൽ ട്വിസ്റ്റ് ചെയ്യണം. ആ സൈഡിൽ തന്നെ നമ്മളത് കറക്റ്റ് ആ വയറിനെ പിടിച്ച് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ആ സൈഡിലേക്ക് ട്വിസ്റ്റ് ചെയ്യുക. ഓപ്പോസിറ്റ് സൈഡിൽ വയർ എടുത്തതിന് ശേഷം ട്വിസ്റ്റ് ചെയ്യുക. നോക്കി, അതിപ്പോൾ കറക്റ്റായി. ഇനി അടുത്ത് വീണ്ടും സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്നു. സൈഡിലേക്ക് വീണ്ടും വലിയ പേൾ വെച്ച് ട്വിസ്റ്റ് ചെയ്യുന്നു. സെൻറ്ററിലേക്ക് വീണ്ടും ക്രിസ്റ്റൽ, വീണ്ടും സൈഡിലേക്ക് വലിയ പേൾ. ഇത് ഞാനും കസ്റ്റമൈസേഷനായിട്ട് ആദ്യം ചെയ്തതാണ്. ആദ്യം ഒരു 3-4 പ്രാവശ്യം ചെയ്തപ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നി ആ ചുറ്റിയൊക്കെ എടുക്കുന്നത്. പക്ഷേ നമ്മളത് 2-3 പ്രാവശ്യം അതങ്ങ് ചെയ്ത് വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. കാരണം ശരിക്കും അത് ചെയ്ത് കണ്ടപ്പോൾ ഭയങ്കര ഭംഗിയായിരുന്നു. നോക്കി, കാരണം അതിൻ്റെ പേളിൻ്റെ ഒരു ഭംഗിയും ഇല്ലേ, പേളാകുമ്പോൾ എപ്പോഴും എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ സൈഡിലും അതിൻ്റെ അറിയേണ്ട ഒരേ ലോജിക്ക്, രണ്ട് സൈഡിൽ വലുത്, സെൻറ്ററിൽ ചെറുത്. അപ്പോൾ നിങ്ങൾക്ക് അതനുസരിച്ച് നമ്മൾ ബീഡ്സ് കോർത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ അതങ്ങനെ എന്താ പറയുക, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ മതി. ശരിക്കും പറഞ്ഞാൽ ഈ രണ്ട് സൈഡിലും ആ വലിയ ബീഡ്സ്, ആ പേൾ വന്നപ്പോഴാണ് അതിൻ്റെ ശരിക്കും ഒരു ഭംഗി വന്നത്. ഇനി അതിനെ ഞാൻ അങ്ങ് കണ്ടിന്യൂ ചെയ്ത്, പിന്നെ ഓരോ പ്രാവശ്യം അത് ചെയ്തിട്ട് നമ്മൾ ആ ചുറ്റി എടുക്കത്തില്ലേ, അപ്പോൾ ശരിക്കും അത് നന്നായി ചുറ്റി തന്നെ എടുക്കണം. ഞാൻ പിന്നെ അതങ്ങ് ഫിനിഷ് ചെയ്തു. ഇത് കുറച്ച് സമയം എടുക്കും ചെയ്യാൻ, പക്ഷേ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അത് നല്ല ഭംഗിക്ക് തന്നെ ചെയ്തെടുക്കാം. ആദ്യത്തെ ഒരു കുറച്ച് സമയം ചെയ്യുന്ന ബുദ്ധിമുട്ടേ ഉള്ളൂ. അവസാനം അത് ചെയ്യുമ്പോൾ നന്നായിട്ട് ടൈ ചെയ്ത് അത് കട്ട് ചെയ്തെടുക്കാൻ മറക്കരുത്. എപ്പോഴും കട്ട് ചെയ്യുമ്പോൾ അത് നമ്മുടെ വയർ മേളിൽ നിൽക്കണം, അല്ലെങ്കിൽ കുട്ടികളുടെ ഹെഡിലൊക്കെ കയറിക്കൊള്ളും. അതിനുശേഷം ഞാനിങ്ങനെ ചെയ്തു വന്നപ്പോഴേക്കും മോൾക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവസാനം ഞാൻ വീണ്ടും ഒന്നുകൂടെ ചെയ്യേണ്ടി വന്നു. അപ്പോൾ നോക്കിയേ, നല്ല ഭംഗിയാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, സൈഡ് എപ്പോഴും കട്ട് ചെയ്യുമ്പോൾ നന്നായി ടൈ ചെയ്യണം. പിന്നെ ഇത് രണ്ടും ഒരേപോലെ യൂണിഫോമിൽ വേണം നിൽക്കണം. രണ്ട് സൈഡും, ഒരു സൈഡ് കയറി ഒരു സൈഡ് ഇറങ്ങി, അങ്ങനെയല്ല. അപ്പോൾ അതുകൂടെ ഒന്ന് ലെവലാക്കി കൊടുക്കുക. അതിനുശേഷം സൈഡ് എൻഡ് ടേപ്പ് കൊണ്ട് കവർ ചെയ്യുക. കാരണം എപ്പോഴും ഇതിൻ്റെ സൈഡ് നല്ല ഷാർപ്പാണ്. അപ്പോൾ അതൊരു കംഫർട്ടായിട്ടിരിക്കാൻ കുറച്ചുകൂടെ നല്ലത് എൻഡ് ടേപ്പാണ്. അല്ലെങ്കിൽ സാറ്റിൻ റിബൺ കൊടുത്ത് കവർ ചെയ്താലും മാത്രം മതി. നോക്കി, അവസാനം ഒന്നുകൂടെ ഒന്ന് പ്രസ് ചെയ്ത് എല്ലാം, കാരണം നമ്മൾ കോർക്കുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ടൈ ആവാതെ ഇരിപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം നന്നായിട്ട്. നോക്കി, അത് നന്നായിട്ട് ഫിനിഷ് ചെയ്തു. നല്ല ഭംഗിയല്ലേ? അപ്പോൾ അത് നമ്മൾ അവസാനം ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ഇങ്ങനെ ചില സൈഡിൽ ഒന്ന് നമ്മളിങ്ങനെ ഒരു ലെവലില്ലാത്ത പോലെ ഇരിക്കും. അത് ചിലപ്പോൾ നമ്മൾ ചെയ്ത് വരുമ്പോഴുള്ള മിസ്റ്റേക്ക് അല്ല, ആ വയർ നമ്മളൊന്ന് പിടിച്ച് നേരെയാക്കി കൊടുത്താൽ മാത്രം മതിയാവും.
അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ അടുത്ത് ഓണമാണ്. എല്ലാവർക്കും സുമീസ് ക്രാഫ്റ്റ് വേൾഡിൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.